ഹലോ, നമുക്കിന്നൊരു ഗെറ്റ് റെഡി ആയാലോ? അപ്പോൾ ഞാനെന്നാ നമ്മളുടെ ഫേമസ് മൂവിയായ വാഴ കാണാൻ പോവാണ്, വാഴ 2. സോ കുറേ ദിവസം കൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് നോക്കുന്നുണ്ട്, അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് നാളെ അവധിയാണ്, നാളെ 9 ഇലക്ഷനാണ്. അപ്പം നാളെ അവധിയാണ്. പിന്നെ 10 മേ ബി ഞാൻ ലീവ് ആക്കുമായിരിക്കും. എനിവേസ് അപ്പം കുറച്ച് ഫ്രീ ആണ്, ഇനി കുറച്ച് ദിവസം കുറച്ചധികം ഫ്രീ ആണ്. സോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നാണ് പോയിട്ട് വരാമെന്ന്. സോ ഞങ്ങളുടെ ഷോ വരുന്നത് 7:15-നാണ്, 6:15 ഇപ്പം. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്താലോ എന്നിങ്ങനെ വിചാരിച്ചു. അപ്പം അങ്ങനെ ഷൂട്ട് ചെയ്യാണ്. ഒരുപാട് സമയമൊന്നുമില്ല കേട്ടോ, കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് ഒരുങ്ങി പോകണം, അല്ലെങ്കിൽ ഒരു പ്രശ്നവും. എൻ്റെ അടുത്ത് പറഞ്ഞാൽ 6:30 ആകുമ്പോൾ ഒരുങ്ങണമെന്നാണ്. ഇപ്പം 6:15 ആയിട്ടുണ്ട്. എനിക്ക് അങ്ങ് പെട്ടെന്ന് ഒരുങ്ങാം. അപ്പം ഞാൻ ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു നമ്മളുടെ എപ്പോഴും പറയുന്ന പോലെ നമ്മളൊരു ഫേഷ്യൽ ടിഷ്യൂ എടുത്തിട്ട് ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. കഴുത്തുമൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഞാനൊരു ടോണർ യൂസ് ചെയ്യണ്ടേന്ന് എനിക്കുണ്ട്. സോ ഞാനൊരു ടോണർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നമ്മൾ ടോണർ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. നമ്മൾ ടോണർ നമ്മളിങ്ങനെ ഫേസിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയൊന്നും വേണ്ട, തന്നെ അത് അതിൻ്റെ വർക്ക് ചെയ്തോളൂ. ഓക്കെ, ബട്ട് ഇങ്ങനെയുള്ള കുപ്പിയാകുമ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചൊരു സ്പ്രേ ബോട്ടിൽ ടോണർ ആക്കാന്ന്. പിന്നെ എൻ്റെ ഈ ടോണർ കഴിയാറായി. ഇത് നല്ല ടോണർ ആയിരുന്നു, കുഴപ്പമില്ല, എനിക്ക് വലിയ ചേഞ്ച് ഒന്നും തോന്നിയില്ല. ബ്രൈറ്റൻ ടോണർ എന്നൊക്കെയാണ് പറഞ്ഞത്, എനിക്ക് അത്രയ്ക്കും തോന്നിയില്ല. പക്ഷെ കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. ഇത് സെറ്റാഫിലിൻ്റെ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസ് വരുന്നതാണ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ടോണർ ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്സസറീസ് ഒക്കെ ഇടാം. സോ ആക്സസറീസ് ഏതൊക്കെയാണ് ഉള്ളത് നമുക്കെന്നാ? മൈ വാച്ച്, ഭഗവാനിൻ്റെ വാച്ച് എവിടെ? ഞാൻ രാവിലെ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് മറ്റേ ഡ്രസ്സ് വാഷ് ചെയ്യാണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ വാച്ച് ഊരി മാറ്റി വെച്ചതാണ്. നമ്മളിവിടെയൊക്കെ വെള്ളം കുറഞ്ഞു കേട്ടോ, അപ്പം നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഞാൻ അല്ലെങ്കിലും എൻ്റെ ഡ്രസ്സെല്ലാം ഹാൻഡ് വാഷാണ് കൂടുതലും ചെയ്യാറ്. പിന്നെ ഇടയ്ക്ക് വെച്ച് കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് മടിയായി ഹാൻഡ് വാഷ് ചെയ്യാൻ. പക്ഷെ ഇപ്പം വീണ്ടും ബാക്ക് ടു ഹാൻഡ് വാഷിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഈ ഒരു ഗ്രീൻ അതുണ്ട്, ഒരു റിങ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അതിടാം ചുണ്ടറിൽ. നെക്സ്റ്റ് ഇതിൻ്റെ മദർ ഇൻ ലോയുടെയാണ് കേട്ടോ. അത് സാരമില്ല, അത് എനിക്ക് കുറച്ച് ദിവസം ഇടാൻ തന്നെ ഞാനത് അടിച്ച് മാറ്റിയതുപോലെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു റിങ്. ചെറുപ്പം നേതൃത്വമുള്ള റിങ് വാങ്ങിക്കും, നല്ല രസമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ. അപ്പം അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ടോണർ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഒരെണ്ണമാണ് ഓർഡിനറിയുടെ ഹൈലറോണിക് ആസിഡ് സിറം. ഞാൻ ലോറിസിൻ്റെ ആണ് ഇതുവരെ യൂസ് ചെയ്തുകൊണ്ട്, ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ലോറിസിൻ്റെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതും അതുപോലെ തന്നെ ഉണ്ട്, നല്ല രസമാണ്, അടിപൊളി ഹൈഡ്രേറ്റിംഗ് ആണ്. പിന്നെ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് മോയ്സ്ചറൈസേഷൻ കൂടിയെന്ന് പറഞ്ഞിട്ട് പിമ്പിൾസ് വരിക അങ്ങനെ ഒരു സാധനം ഒന്നും എനിക്ക് വന്നില്ല കേട്ടോ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്തപ്പോൾ. പിന്നെ എനിക്ക് തോന്നുന്നു സിറംസ് എനിക്ക് കുറച്ചുകൂടെ സ്യൂട്ട് ആവുന്ന സിറംസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പ്ലേസിൽ ഞാനൊരു ക്രീം എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടായി, എനിക്ക് അപ്പം പിമ്പിൾസ് വരും. പക്ഷെ ഇങ്ങനെയുള്ള സിറംസ് ട്രൈ ഔട്ട് ചെയ്യാൻ നേരത്തെ പിമ്പിൾസ് വരും, ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ അത് മാറും. പക്ഷെ മറ്റേ എന്താ പറയുക, നമ്മുടെ ക്രീംസ് ആണെങ്കിൽ ഒരുപാട് ദിവസം എടുക്കും പിമ്പിൾസ് വന്നിട്ട് പോവാനായിട്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. ഓക്കെ, നല്ലൊരു ഗ്ലോയി ഫിനിഷ് കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പം
നമ്മളുടെ ഹൈലറോണിക് ആസിഡ് തേച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സിറംസ് തേക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. 2 മിനിറ്റ്സ് മിനിമം 2 മിനിറ്റ്സ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം, അത് നമ്മളുടെ ഫേസിലേക്ക് അബ്സോർബ് ചെയ്യാം. സോ ആ സമയത്ത് നമുക്ക് അടുത്ത ആക്സസറി ഇടാവേ. അടുത്ത ആക്സസറി എന്ന് പറയുന്നത് നമ്മുടെ കമ്മലാണ്. പിന്നെ ഞാൻ നെയിൽ ആർട്ട് ചെയ്ത് അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നെയിൽ ആർട്ട് ചെയ്തത് ലുലു മോളിലുള്ള നെയിലിറ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്. രസമുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. ഈ കളറാകുമ്പം എല്ലാത്തിൻ്റെ കൂടെയും പോകുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ. ആക്ച്വലി ഇത് 1 മന്ത് ഇത് റിമൂവ് ചെയ്യാനായിട്ട് പോവും. അപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് പോയിട്ട് ഞാൻ വേറൊരു നെയിൽ കളർ ആഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ നമുക്ക് ഞാൻ ഇപ്പൊ നെയിലിന്റെ കേസ് പറയാൻ വന്നത്, ഈ കമ്മൽ ഊരുമ്പോൾ എനിക്ക് നെയിൽ കുറച്ച് പ്രശ്നമാണ്. അങ്ങനെ ഇതാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന എൻ്റെ ആക്സസറി. ഇച്ചിരി ഹെവി ആവോ? പിന്നെ എനിക്ക് ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇത് പെയർ ചെയ്യാൻ തോന്നി. ലെറ്റ്സ് സീ how it goes. Okay. ഓക്കെ, അങ്ങനെ നമ്മൾ ആക്സസറി അതുമായിട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഫേസ് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ടോണർ യൂസ് ചെയ്തു, പിന്നെ നമ്മൾ ഹൈലറോണിക് സിറം യൂസ് ചെയ്തു. ഇനി നമുക്കൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാമേ. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ന്യൂട്രിഡേമിൻ്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസറാണ്. ഇത് ആക്ച്വലി എൻ്റെ ചേച്ചി യൂസ് ചെയ്യുന്ന വന്നപ്പം കൊണ്ടുവന്നതാണ്. ഞാൻ എൻ്റെ മാരേജിൻ്റെ സമയത്ത് ഞാൻ മീൻസ് എല്ലാ കാര്യവും A to Z കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തത്. ആളുകളെ വിളിക്കാൻ പോകുന്നത് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പം ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ടാൻഡ് ആയായിരുന്നേ. ടാൻഡ് ആയ സമയത്ത് പിന്നെ ഡിമ്മായി, വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു, എല്ലാം ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ഞാനൊരു ഡോക്ടറിനെ വിളിക്കാൻ പോയി. ഞങ്ങൾ റിലേറ്റീവ് ഡോക്ടറിനെ കല്യാണം വിളിക്കാനായിട്ട് പോയപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വൈറ്റമിൻ ഇയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, അതെപ്പോഴും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചേച്ചിയെടുത്ത് ഇങ്ങനെ ആളെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് കൊണ്ടുതരുമോ എന്ന് ചോദിച്ചു. ആക്ച്വലി ഇതിന് നമുക്കിവിടെ 1000 റുപ്പീസ് വിലയാണ്. ഭയങ്കര റേറ്റ്, എനിക്ക് ഭയങ്കര റേറ്റായിട്ട് തോന്നി ഒരു സമയത്ത്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു പിന്നെ വാങ്ങിക്കാം, പിന്നെ മേടിക്കാം എന്ന് വിചാരിച്ചിരുന്നിട്ട് പിന്നെ ആൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിയതാണിത്. അങ്ങനെ പിന്നെ ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോകുന്നെങ്കിൽ ഞാൻ ഫൗണ്ടേഷൻ ഇടുക, അങ്ങനെ ഒന്നും കോമ്പാക്ട് പൗഡർ ഇടുക, കൺസീലർ ഇടുക ഒന്നും ചെയ്യില്ല. ഞാൻ ജസ്റ്റ് സ്കിൻ കെയർ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ രാവിലെയൊക്കെ ആകുമ്പോൾ ഞാൻ പറയുന്നത് പോലെ ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി ഒരു മേക്കപ്പ് ലുക്ക് കിട്ടും. ബട്ട് ഈവനിങ് സെഷനിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വേറെ വലിയ കാര്യമൊന്നുമില്ല. ഇത് മാത്രം യൂസ് ചെയ്ത്, ഈ സ്കിൻ കെയറിൻ്റെ ഈ ഒരു സംഭവം മാത്രം യൂസ് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഓയിലി ആയിരിക്കും നമ്മളുടെ സ്കിന്ന്. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യും. രാവിലെ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനിൻ്റെ അത്ര എമൗണ്ട് യൂസ് ചെയ്തില്ല, കുറച്ച് യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ഐലൈനർ യൂസ് ചെയ്യാം കേട്ടോ. ഇതെന്ന് പറയുന്നത് സ്റ്റാർബക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐലൈനറാണ്. അതായത് നമ്മുടെ സണ്ണി ലിയോണിൻ്റെ ബ്രാൻഡായ സ്റ്റാർബക്സിൻ്റെ ഐലൈനറാണ്. അടിപൊളി ഐലൈനറാണ്. ഓയിലി സ്കിന്നിന് ഏറ്റവും നല്ലൊരു ഐലൈനറാണ്. പക്ഷെ ഞാൻ മോർണിംഗ് യൂസ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യത്തില്ല. ഞാൻ ഒരുപാട് ഐലൈനേഴ്സ് ഒരുപാട് ടൈമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് ഞാൻ എപ്പം യൂസ് ചെയ്താലും, ഈവൻ AC-യിൽ ഇരുന്നാൽ പോലും എനിക്കിത് കുറച്ച് നേരം കഴിയുമ്പോൾ സ്പ്രെഡ് ആവും. ഒരു 3 hours കഴിയുമ്പോൾ സ്പ്രെഡ് ആവും. നമ്മുടെ ഫേസൊക്കെ നല്ല ബ്ലാക്ക് ആവും. ഒരു ടാൻ അടിച്ചൊരു ഫീലിംഗ്, നല്ലൊരു ടയേർഡ്നെസ് എനിക്ക് ഫീൽ ചെയ്യും എൻ്റെ ഫേസിൽ. എത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഇട്ടാലും അത് ഭയങ്കര, എനിക്ക് തോന്നിയിട്ടില്ല ഐലൈനേഴ്സ് കാജൽ എനിക്ക് രാവിലെ വർക്ക് ആവുമെന്ന്. പക്ഷെ നൈറ്റ് ടൈമിനൊക്കെ ആണെങ്കിൽ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. നല്ല ഇൻറ്റൻസ് ബ്ലാക്ക് ആണ് കേട്ടോ തരുന്നത്. പിന്നെ അത് യൂസ് ചെയ്യാനും ഭയങ്കര കൺവീനിയൻ്റ് ആണ് ബാക്കിയുള്ള ഐലൈനേഴ്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യും, ഒരുപാടില്ല എന്നാലും കുറച്ച് മാത്രം. എന്നെ പോലെ അത്രയും എക്സ്ട്രീം ഓയിലി ആയിട്ടുള്ളവർക്ക് ഇത് ഒരു ഐലൈനറും പറ്റില്ല. രാത്രിയിൽ മാത്രമേ യൂസ് ചെയ്യും. പിന്നെ AC-യിലാണ് നിങ്ങൾ എപ്പോഴെങ്കിലും അതല്ല നമ്മളിങ്ങനെ ബസ്സിലൊക്കെ പോകുന്നതാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊന്ന് എഴുതിയിട്ട് കാണിക്കാവേ. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്.
അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഡാർക്ക്നെസ് ഒക്കെ തരുന്നുണ്ട്, നല്ല കളർ ഉണ്ട്, ഇന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലോട്ട് പോകും. ഓക്കെ, ഇനി നമുക്ക് ആക്ച്വലി എന്റെ നൈറ്റിൽ പോവാണെങ്കിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ജസ്റ്റ് ഇപ്പോഴേക്ക് ഒരു സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ടിൻഡർ സൺസ്ക്രീൻ. അതേ നമുക്കൊരു ഫൗണ്ടേഷൻ എഫക്റ്റ് കിട്ടാനായിട്ട് ഞാൻ ആസ് യൂഷ്വൽ ഞാൻ യൂസ് ചെയ്യുന്ന ഞാൻ എക്ലിപ്സിന്റെ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങിയത്. ഡോട്ട് ആൻഡ് കെയുടെ സൺസ്ക്രീൻ ആണ്, ടിൻഡർ സൺസ്ക്രീൻ ആണ്. ഇത് ഒരു സമയത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു, സ്ട്രോബെറി ഡ്യൂ. എന്റെ ഷെയ്ഡ് ഇതാണ് കേട്ടോ, സ്ട്രോബെറി ഡ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇത് ജസ്റ്റ് കുറച്ച് മാത്രം അപ്ലൈ ചെയ്യാം. കട്ട് ചെയ്തോ. ആസ് യൂഷ്വൽ ചെറിയൊരു പൊട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ സൺസ്ക്രീൻ ഒരുപാട് യൂസ് ചെയ്തില്ല കേട്ടോ, കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പേരിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഒന്ന് സെറ്റപ്പ് ആക്കിയേക്കാം. അതിനാണ് എനിക്ക് ഒരുപാട് സമയം പോകുന്നത്. പക്ഷെ ആക്ച്വലി ഉണ്ടല്ലോ, ഇപ്പൊ എനിക്ക് ഒരുപാട് സമയം ഹെയറിൽ പോകുന്നില്ല. ഇതൊരു പ്രൊമോഷൻ നമ്മള് പറഞ്ഞായിരുന്നല്ലോ, മിനിമലിസ്റ്റിന്റെ മറ്റേ ഫ്രിസ് കൺട്രോൾ കോംപ്ലക്സ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് സിറംസ് യൂസ് ചെയ്യാറുണ്ടായിരുന്നേ. അതായത് ഞാൻ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന്റെ ജോവിസിന്റെ സിറം, ഇതൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് എനിക്കറിയില്ല, ഫ്രിസ് ഉള്ളവർക്ക്, ചകിരിയായിട്ട് ഹെയർ ഇരിക്കുന്ന ആരാണെങ്കിലും ഇത് യൂസ് ചെയ്താൽ മതി. അതായത് ഇപ്പം എന്നും യൂസ് ചെയ്യണം, റെഗുലർ യൂസ് ചെയ്യണം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്തിട്ട് നാളെ കുളിച്ചിട്ട് മറ്റന്നാൾ നോക്കുമ്പോൾ ഹെയർ ഫ്രിസ് ആന്ന് പറഞ്ഞു, അതിൽ കാര്യമില്ല. പക്ഷെ അത് എന്നും യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ രാവിലെ കുളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഹെയർ ഭയങ്കര ഫ്രിസ് ആയിരുന്നു. അത് ഹെയറിന്റെ കളറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. കളർ ചെയ്ത് ചകിരി പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ രാവിലെ കുളിച്ച ഉടനെ ഇതെടുത്ത് തേച്ച് വെച്ചു. എന്നിട്ട് ഇപ്പൊ ഞാൻ അഴിച്ചിട്ടപ്പോ ഹെയർ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ചകിരി പോലാണ് ഇരിക്കുന്നത്. സോ ഇതിന്റെ റിവ്യൂ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അടിപൊളി സാധനമാണ്, എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ എന്റെ പരിപാടി. അതായത് ഒരു ഹെയറിൽ ഞാൻ ഏകദേശം ഒരു 10 to 15 minutes ഞാൻ മിനിമം എടുക്കും എൻ്റെ ഹെയർ ഒന്ന് സെറ്റപ്പ് ആക്കുക എവിടെയെങ്കിലും പോകുമ്പോൾ. പക്ഷെ ഇപ്പോഴാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഇത് പിന്നെ ഒന്നാമത് കാര്യം നമ്മൾ വീട്ടിലെ ഏച്ചിൽ ഇരിക്കുന്നതുകൊണ്ട് നല്ല കാര്യമാണ്, നമുക്ക് ഹെയർ ഭയങ്കര ഫ്രിസ് ആകത്തില്ല. പിന്നെ എനിക്ക് മെയിനായിട്ട് തോന്നിയത്, ഞാൻ തിരുവനന്തപുരത്ത് പോയതിൻ്റെ തലയിൽ ഇങ്ങനെ ഹെയറിൽ തേച്ചിട്ടാട്ടോ പോയത്. നന്നായിട്ട് കെട്ടി വെച്ചു. ഓപ്പൺ ഹെയർ അല്ലായിരുന്നു, ബട്ട് എന്നാലും എനിക്ക് അടിപൊളിയായിട്ട് ഹെയർ കിടന്നു. സോ ഐ തിങ്ക് സൂപ്പർ. ഓക്കെ, സോ ഞാൻ ഓപ്പൺ ഹെയർ ആണ് ഇന്ന് പ്രിഫർ ചെയ്യുന്നത്. രണ്ട് കുറച്ച് ബേബി ആയിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ രണ്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കും. ഓക്കെ, ഇനി നമുക്ക് ലിബ്ലിന്റെ സൂപ്പർ സ്റ്റേ ലിപ്സ്റ്റിക് ആണ് ഇത്. ഇത് ഞാൻ മാരേജിന് മുന്നേ തന്നെ വാങ്ങിയ ലിപ്സ്റ്റിക് ആണ്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ ഇടാൻ പോകുന്നത്. ഇത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ആണ്, അതുപോലെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. അപ്പം ഇത് ട്രൈ ചെയ്യാം. ഇത് ഒരുപാട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കളറൊന്നുമില്ല. നമുക്ക് ഭയങ്കര എന്താ പറയുക, അടുത്ത് എവിടെയെങ്കിലും പോകണം പക്ഷേ ലിപ്സ്റ്റിക് ഇടണം,
അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യാം. അതായത് ഒരുപാട് കളറൊന്നുമല്ല, ഭയങ്കര ബ്രൈറ്റ് ഒന്നുമല്ല. മറ്റേ മാരേജ് ഫംഗ്ഷന് പോകുമ്പോഴും അടുത്ത എവിടെയെങ്കിലും പോകുമ്പോഴും ഒക്കെ ഒരേ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് നല്ല ലിപ്സ്റ്റിക്കാണ്. നാച്ചുറൽ ലിപ്പ് പോലെ തന്നെ ഇരിക്കും, കുറച്ചൊരു എന്താ കളർ തരുമെന്നേ ഉള്ളൂ. അപ്പം ഇത് നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. സോ നമുക്ക് സിനിമ കണ്ടിട്ട് വന്നിട്ട് എങ്ങനെയാണെന്ന് പറയാം. ചെയ്യേണ്ട ഒരു സാധനമാണ് പെർഫ്യൂം. അതായത് ഒരു ക്രൗഡിൻ്റെ അടുത്ത് പോകുമ്പോഴേക്ക് നമ്മൾ പെർഫ്യൂം നന്നായിട്ട് യൂസ് ചെയ്യുക. ഈവനിങ് ടൈമും കൂടെ ആണ്. നമ്മൾ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യണം. അപ്പം ഞാനിത് വാട്ടർ ഗേളിൻ്റെ പെർഫ്യൂമാണ്. ആക്ച്വലി ഞാൻ ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെ പെർഫ്യൂം യൂസ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഞാൻ വേറൊരു സ്ഥലത്ത് വെച്ചേക്കാം. നമ്മൾ പൾസ് പോയിന്റിൽ അടിച്ചാൽ മതി. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ റെഡി ആയിട്ടുണ്ട്. This is my final look. ഓക്കെ, അങ്ങനെ ഞങ്ങൾ സിനിമ തിയേറ്റർ വന്നു. ഞങ്ങൾ JB സിനിമ നല്ല അവിടെയാണ് കേട്ടോ വരുന്നത്. അപ്പം കുറച്ചൊരു 5 to 10 minutes മുന്നേ ഞങ്ങൾ വന്നു. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതൊക്കെ ഇങ്ങനെ കേട്ട് ചില്ല് ചെയ്യായിരുന്നു. പിന്നെ അവിടെ ഒരു ചിപ്സ് ഉണ്ടായിരുന്നു, അലൻസ് പൊട്ടറ്റോ ചിപ്സ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചുമ്മാ വാങ്ങിയത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം അത് ഒക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ഫിലിമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുന്നത്, നല്ല നല്ല ഫിലിമായിരുന്നു. ഭയങ്കര റിയലി ടച്ച് ഫിലിമാണ്. ഹലോ, അപ്പോൾ ഫിലിമൊക്കെ കണ്ടു, ഞങ്ങൾ വന്നു. സമയം എന്താ 10:30 ആയിട്ടുണ്ട്. സോ ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഫിലിമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. കുറച്ച് ഇമോഷണൽ കൈൻഡ് ഓഫ് തിങ് ഉണ്ട്. പിന്നെ വാഴ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് നമുക്ക് അത്രയും കോമഡി ഉണ്ട്, കോമഡി സീൻസ് ഉണ്ട്. പക്ഷേ അത്രയും കോമഡി ഉണ്ടോ ഒന്നും എനിക്കറിയില്ല. പിന്നെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, ഐ മീൻ ഇമോഷണലി ഒക്കെ നമുക്ക്. പിന്നെ നല്ല രസമായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാം. നല്ല സോങ്സ് ഉണ്ട്, നല്ല സോങ്ങുകളാട്ടോ. ദെൻ അത്രയേ ഉള്ളൂ. നല്ല നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ദെൻ ഓക്കെ, ഇനി ഞാനൊരു 10:30 ആയി. ഞാനൊരു 11 ആകുമ്പോഴത്തേക്കും കിടക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം എനിക്ക് രാവിലെ എഴുന്നേൽക്കണം, രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോകണം. പിന്നെ നാളെ ഇവിടെ അമ്മയില്ല, അതുകൊണ്ട് ഞാൻ നാളെ കുക്ക് ചെയ്യണം. ചപ്പാത്തിയും പിന്നെ എന്തെങ്കിലും കറിയൊക്കെ കുക്ക് ചെയ്യണം. ഉച്ചത്തേക്ക് വല്ലതും ഉണ്ടാക്കണം. അപ്പോൾ നാളെ ഒരു കുക്കിംഗ് പരിപാടീസൊക്കെ ഉണ്ട്. പിന്നെ നാളെ വോട്ടിടുന്ന ദിവസമാണ്. അപ്പോൾ നാളെ പോയി വോട്ടിടണം. പിന്നെ അമ്പലത്തിൽ പോകണം. അങ്ങനെ നാളെ കുറേ കാര്യപരിപാടികളുണ്ട്. നാളെ എനിക്ക് ലീവാണ് ആക്ച്വലി. അപ്പോൾ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് കിടക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നേരത്തെ എഴുന്നേക്കാം. അപ്പം ബൈ. അപ്പം നാളത്തെ വീഡിയോയും കൂടെ, നാളത്തെ എൻ്റെ ഡേയും കൂടെ ഞാൻ ഇതുമായിട്ട് അപ്പൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ടിടാം. ഞാൻ പറയില്ല ആ ഷെയ്ഡ് നല്ലതാണെന്നും, അത് ഒരുപാട് ബ്രൈറ്റും അല്ല, ഒരുപാട് ഡിമ്മും അല്ല, നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഷെയ്ഡാണ്. ഓക്കെ. സോ ദ നെക്സ്റ്റ് ഡേ ആണ്, നമ്മൾ വോട്ടിടാൻ പോകുന്ന ദിവസത്തെയാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് നടക്കാൻ പോകണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നടക്കാൻ പോയില്ല. പക്ഷെ ഞാൻ സ്റ്റിൽ ജിമ്മിൽ പോയി. അവിടുത്തെ വീഡിയോ ഒന്നും അങ്ങനെ എനിക്ക് എടുത്തില്ല. നെക്സ്റ്റ് വോട്ടിടാൻ പോകുന്ന ആ ഒരു വീഡിയോ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം വോട്ടിട്ടിട്ട് വരാം. ഞാൻ റെഡി ആവുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. സോ രാവിലെ ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി ഇറങ്ങി. ഏകദേശം ഇപ്പോൾ ഒരു 12 മണി ആയിട്ടുണ്ട്. നല്ല വെയിൽ, നല്ല ചൂടുണ്ട്. ക്യൂ ഒക്കെ നിൽക്കണമെന്ന് അറിയത്തില്ല. ആക്ച്വലി ഞങ്ങളവിടെ കുറച്ച് തിരക്കാണ് ഈ സമയത്തൊക്കെ. എന്തായാലും നോക്കാം. ഇപ്പം പോയി വോട്ടിട്ട് നെയിൽ പോളിഷ് ഉണ്ട്. അപ്പോൾ അവർ നോക്കാം എന്തായാലും.
ഈ അങ്ങനെ ഞാൻ ഓട്ടൊക്കെ ഇട്ട് എൻ്റെ നീലാട്ടിൻ്റെ മുകളിൽ കൂടെ ഓട്ടൊക്കെ വരച്ചു തന്നു. ഞാൻ പറഞ്ഞപ്പോ ഒരു വില കാണിയ സാരില്ല. ഓട്ടൊക്കെ ഇട്ട് നല്ല ചൂടുണ്ട്. സോ നമുക്ക് പോയി കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഈവനിങ് എനിക്ക് അമ്പലത്തിൽ പോകണം. ഓക്കെ, ഇത് ഞങ്ങൾ വീടിനടുത്തുള്ള ഇലക്ഷൻ്റെ ഈ ഒരു ബാനേഴ്സും അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത് കൊട്ടാരക്കര നിയോജക മണ്ഡലമാണ്, പക്ഷെ ഞാൻ കുണ്ടറ നിയോജക മണ്ഡലമാണ്. ഇവിടെ ബാലഗോപാലൻ, ഐഷാപുരി, രശ്മി, പിന്നെ ആരണ്ടൊക്കെയുണ്ട്, ഇത്രയും പേര് എനിക്ക് അറിയുള്ളൂ. ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിയുന്ന വഴിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഡെക്കറേഷൻ ഉണ്ട്. അപ്പോൾ അത് കാണിക്കാനാണ് ഞാൻ എടുത്തത്. ഓക്കെ, അങ്ങനെ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം ടാറ്റാ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.